കരിയർ വെബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോശങ്ങളും കോശജാലങ്ങളും എന്ന 8ാം ക്ലാസ്സിലെ ഒരു ബയോളജി ചാപ്റ്ററാണ്. കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ ആ ക്ലാസ് കാണണം, കാരണം അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഈ ക്ലാസ്സിൽ എടുക്കുന്നത്. കോശങ്ങളും കോശജാലങ്ങളും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 17ാം നൂറ്റാണ്ടിലെ ഒരു സംഭവമാണിത്. റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞൻ തൻ്റെ മൈക്രോസ്കോപ്പിലൂടെ ഒരു നേർത്ത കോർക്ക് കഷ്ണത്തെ നിരീക്ഷിക്കുകയായിരുന്നു. അടുക്കി വച്ചിരിക്കുന്ന പെട്ടികൾ പോലുള്ള ചെറുഭാഗങ്ങൾ, അവ ഒന്നല്ല 1000 എണ്ണം, അറകൾ എന്ന അർത്ഥത്തിൽ അവയെ അദ്ദേഹം സെല്ലുകൾ, കോശങ്ങൾ എന്ന് വിളിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ ആൻഡൻ വാൻ ലീവൻഹുക്ക് കുളത്തിൽ നിന്നെടുത്ത ജലത്തെ കുറെ കൂടി മെച്ചപ്പെട്ട മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ നിരീക്ഷിക്കുകയും അതിലെ സൂക്ഷ്മജീവികളെ കണ്ടെത്തുകയും ചെയ്തു. കോശങ്ങളെക്കുറിച്ചുള്ള പഠനശാഖയാണ് കോശവിജ്ഞാനീയം, സെൽ ബയോളജി. കോശങ്ങളെക്കുറിച്ചുള്ള പഠനശാഖയാണ് കോശവിജ്ഞാനീയം. കോശവിജ്ഞാനീയത്തിൻ്റെ നാൾവഴികൾ. കോശവിജ്ഞാന മേഖലയിൽ പ്രധാന കണ്ടെത്തലുകൾ നടത്തിയ ശാസ്ത്രജ്ഞരിൽ ചിലരെ നമുക്ക് പരിചയപ്പെടാം. മത്തിയാസ് ജേക്കബ് ഷ്ലീഡൻ എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്, 1838. തിയോഡർ ഷ്വാൻ എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി, 1839. സസ്യകോശങ്ങൾ കണ്ടെത്തിയത് ജേക്കബ് ഷ്ലീഡനാണ്. ജന്തുകോശങ്ങൾ തിയോഡർ ഷ്വാൻ. റുഡോൾഫ് വിർഷോ നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന ആശയം അവതരിപ്പിച്ചു, 1855. സസ്യകോശങ്ങൾ ജേക്കബ് ഷ്ലീഡൻ 1838, തിയോഡർ ഷ്വാൻ. ജന്തുകോശങ്ങൾ 1839, ദെൻ റുഡോൾഫ് വിർഷോ 1855. നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞത് റുഡോൾഫ് വിർഷോ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ 19ാം നൂറ്റാണ്ടിൽ വിവിധ ശാസ്ത്രജ്ഞരുടെ ഈ നിരീക്ഷണങ്ങളെല്ലാം സമന്വയിപ്പിച്ച് രൂപീകരിച്ചതാണ് കോശ സിദ്ധാന്തം. ഇത് കോശവിജ്ഞാനീയത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തമാണ്. സെൽ തിയറി. കോശ സിദ്ധാന്തം. എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജീവൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് കോശം. മുമ്പ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത്. എല്ലാ ജീവജാലങ്ങളും കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്ന ആശയം തെളിയിക്കുന്ന നിരീക്ഷണ പരീക്ഷണ പ്രവർത്തനങ്ങൾ ചർച്ചയിലൂടെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും. സൂക്ഷ്മങ്ങളായ കോശങ്ങളെ നിരീക്ഷിക്കുന്നതിന് വിവിധ തരം മൈക്രോസ്കോപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ മൈക്രോസ്കോപ്പുകളിൽ വസ്തുക്കളെ വലുതാക്കി കാണാൻ സഹായിക്കുന്നത് അതിലുള്ള ലെൻസുകളാണ്. മതിയായ പ്രകാശത്തിൽ മനുഷ്യനേത്രത്തിന് 0.2 മില്ലിലീറ്റർ അകലത്തിലുള്ള 2 ബിന്ദുക്കളെ തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയും. ഈ ദൂരമാണ് കണ്ണിൻ്റെ റെസല്യൂഷൻ. 0.2 മില്ലിമീറ്ററിനേക്കാൾ കുറഞ്ഞ അകലത്തിലുള്ള ബിന്ദുക്കളെ വേർതിരിച്ച് കാണാൻ ലെൻസ് ആവശ്യമാണ്. അപ്പോൾ മതിയായ പ്രകാശത്തിൽ മനുഷ്യനേത്രത്തിന് 0.2 മില്ലിലീറ്റർ അകലത്തിലുള്ള 2 ബിന്ദുക്കളെ വേർതിരിക്കാൻ പറ്റും. 0.2 മില്ലിലീറ്ററിനേക്കാളും കുറഞ്ഞ അകലത്തിലുള്ള ബിന്ദുക്കളെ വേർതിരിച്ച് കാണാനാണ് നമുക്ക് ലെൻസ് ആവശ്യമുള്ളത്. ദെൻ സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പാർട്സൊക്കെയാണ് ഇതിൽ രേഖപ്പെടുത്താൻ പറഞ്ഞിരിക്കുന്നത്. ആവർധനശേഷി, മാഗ്നിഫിക്കേഷൻ പവർ. വസ്തുക്കളെ വലുതാക്കി കാണിക്കാനുള്ള ലെൻസിൻ്റെ കഴിവാണ് അതിൻ്റെ ആവർധനശേഷി. നിരീക്ഷണ വസ്തുവിനെ ഐപീസ് ലെൻസ് 10 ഇരട്ടി വലുതാക്കുക, 10 ഇരട്ടി അതായത് 10x പവറാണ് വലുതാക്കുകയും ഒബ്ജക്റ്റീവ് ലെൻസ് 40 ഇരട്ടി വലുതാക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തനശേഷി 400x ആയിരിക്കും. ഐപീസ് ലെൻസ്, അതായത് മൈക്രോസ്കോപ്പിൻ്റെ പാർട്സ് ആണ് പറയുന്നത്. ഐപീസ് ലെൻസ് അതിൻ്റെ ധർമ്മം എന്താണ്, ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ധർമ്മം എന്താണെന്നൊക്കെ പറയുന്നു. സാധാരണ മൈക്രോസ്കോപ്പിലൂടെ കാണാനാകാത്ത സൂക്ഷ്മജീവികളെ ഇങ്ങനെ നിരീക്ഷിക്കാനാവും. സാധാരണ മൈക്രോസ്കോപ്പിനേക്കാൾ 1 ദശലക്ഷം മടങ്ങിലധികം വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ജീവകോശങ്ങൾ, വൈറസുകൾ, തന്മാത്രാ ഘടനകൾ എന്നിവയുടെ വിശദമായ നിരീക്ഷണത്തിന് ഇത് സഹായിക്കുന്നു. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പ്രകാശത്തിന് പകരം ഇലക്ട്രോൺ കിരണാവലിയാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോൺ ബീമാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നത്. അത് സാധാരണ മൈക്രോസ്കോപ്പിനേക്കാളും കുറച്ചുകൂടെ പവർ ഉള്ളതായിരിക്കും. വിവിധ തരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ ഇന്ന് ഉപയോഗത്തിലുണ്ട്. ഇവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ജർമ്മൻകാരായ ഏണസ്റ്റ് റസ്ക, മാക്സ് നോൾ എന്നീ ശാസ്ത്രജ്ഞരാണ് 1934 ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്.
സാധാരണ മൈക്രോസ്കോപ്പിൽ നിന്ന് വിഭിന്നമായി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോണുകളെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുവാനായി ഇലക്ട്രോമാഗ്നറ്റുകൾ ഉപയോഗിക്കുന്നു. വിവിധ ആവശ്യങ്ങൾക്കായി വിവിധ തരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളാണ് ഉപയോഗിക്കുന്നത്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണോ ഏതാണ് യൂസ് ചെയ്യുന്നത്? മൈക്രോസ്കോപ്പുകളുടെ സവിശേഷ പെക്യുലാരിറ്റീസ് ആണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. അതൊന്നും നമുക്ക് ആസ് എ PSC കാൻഡിഡേറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നോക്കാം. കോശങ്ങളെ നിരീക്ഷിക്കാം. ജീവജാലങ്ങളുടെ ശരീരത്തിൽ വ്യത്യസ്ത ആകൃതിയിലും വലുപ്പത്തിലുമുള്ള കോശങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഈ കോശങ്ങളെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്കാണോ അതോ ഒത്തുചേർന്നാണോ വിവിധ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത്? ഒരു സസ്യകാണ്ഡത്തിൻ്റെ ഛേദം നിരീക്ഷിച്ച് അതിൻ്റെ ചിത്രം വരയ്ക്കൂ. കാണ്ഡത്തിൻ്റെ ഛേദം തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അത് പ്രാക്ടിക്കലി നമ്മൾ ബയോളജി, ബോട്ടണിയിലൊക്കെ നമ്മൾ സുവോളജി ലാബിലൊക്കെ നമ്മൾ പ്രാക്ടിക്കലി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു പ്ലാന്റ്സിൽ, അതായത് ഒരു പയറിൻ്റെ ഒക്കെ അതിൻ്റെ ഒരു തണ്ടെടുത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് അതങ്ങനെയായിരിക്കും നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ടുണ്ടാവും. അതെങ്ങനെയാണ് പ്രാക്ടിക്കലി ചെയ്യേണ്ടത് എന്നാണ് അവിടെ പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആണ് കോശഭിത്തി. കോശസ്തരത്തിന് പുറത്തുള്ള കാഠിന്യമുള്ള പാളിയാണ് കോശഭിത്തി. ഇത് കോശത്തിന് സംരക്ഷണവും ആകൃതിയും നൽകുന്നു. സസ്യങ്ങളിലെ കോശഭിത്തി മുഖ്യമായും സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സസ്യങ്ങളിലെ കോശഭിത്തി ഏത് പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സെല്ലുലോസ്. ദെൻ കോശസ്തരം അഥവാ പ്ലാസ്മാസ്തരം, പ്ലാസ്മ മെംബ്രെയിൻ. കോശത്തെ പൊതിയുന്ന നേർത്തതും വഴക്കമുള്ളതുമായ പാളിയാണ് കോശസ്തരം. പദാർത്ഥങ്ങൾ കോശത്തിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തേക്ക് കടക്കുന്നതും ഈ സ്തരത്തിലൂടെയാണ്. എല്ലാ പദാർത്ഥങ്ങളെയും പ്ലാസ്മാസ്തരം കടത്തിവിടുന്നില്ല. അതിനാൽ പ്ലാസ്മാസ്തരം വരണതാര്യസ്തരം, സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നറിയപ്പെടുന്നു. സെലക്റ്റീവായിട്ടുള്ള പാർട്ടിക്കിൾസിനെ മാത്രമേ മെംബ്രെയിൻ കടത്തിവിടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പ്ലാസ്മാസ്തരത്തെ എന്ത് പറയുന്നു? വരണതാര്യസ്തരം, സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നുകൂടി പറയുന്നു. ജീവദ്രവ്യം. മർമ്മവും കോശദ്രവ്യവും ഉൾപ്പെടെ കോശസ്തരത്തിനുള്ളിലെ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. കോശദ്രവ്യം, മർമ്മം, കോശാംഗങ്ങൾ എല്ലാം കൂടിയതാണ് ജീവദ്രവ്യം. കോശദ്രവ്യം, സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് കോശത്തിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രാവകം. ഇതെല്ലാ കോശാംഗങ്ങളെയും യഥാസ്ഥാനത്ത് നിലനിർത്തുകയും നിരവധി രാസപ്രവർത്തനങ്ങളുടെ മാധ്യമമായി വർത്തിക്കുകയും ചെയ്യുന്നു. കോശത്തിൽ നിറഞ്ഞിരിക്കുന്ന, അതായത് മർമ്മം ഒഴികെയുള്ള ബാക്കി ഭാഗത്തെയാണ് നമ്മൾ സൈറ്റോപ്ലാസം, കോശദ്രവ്യം എന്ന് പറയുന്നത്. കോശാംഗങ്ങൾ, സെൽ ഓർഗനൽസ്. കോശദ്രവ്യത്തിൽ കാണപ്പെടുന്നതും കോശത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതുമായ ഭാഗങ്ങളാണ് കോശാംഗങ്ങൾ. പ്രധാന കോശാംഗങ്ങളെ പരിചയപ്പെടാം. മർമ്മം. കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം. മർമ്മത്തിനുള്ളിലെ ദ്രാവകത്തിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന ഭാഗങ്ങളാണ് ക്രൊമാറ്റിൻ ജാലിക. കോശവിഭജന സമയത്ത് ഇവ ക്രോമസോമുകളായി മാറുന്നു. മർമ്മത്തിനുള്ളിൽ മർമ്മകം എന്ന ഭാഗവുമുണ്ട്. ഇതാണ് ക്രൊമാറ്റിൻ ജാലിക. മർമ്മത്തിനുള്ളിൽ മർമ്മകം എന്ന ഭാഗവുമുണ്ട്. ഗോൾഗി വസ്തുക്കൾ, ഗോൾഗി അപ്പാരറ്റസ്. ഒരു കോശത്തിൽ അടുക്കി വെച്ച് സ്തരപാളികൾ പോലെ കാണപ്പെടുന്ന കോശാംഗങ്ങളാണിവ. പ്രോട്ടീനുകളും ലിപ്പിഡുകളും സ്തരസഞ്ചികളിൽ പൊതിഞ്ഞ് കോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും കോശത്തിന് പുറത്തേക്കും അയക്കുന്നത് ഈ കോശാംഗങ്ങളാണ്. ഗോൾഗി അപ്പാരറ്റസ്, അതായത് സ്തരസഞ്ചികളിലാക്കി പൊതിഞ്ഞ് കോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആവശ്യാനുസരണം എത്തിക്കുന്നത് ഗോൾഗി അപ്പാരറ്റസ് ആണ്. അന്തർദ്രവ്യജാലിക, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിനുള്ളിൽ കുഴലുകളുടെ ശൃംഖലകളായി കാണപ്പെടുന്ന പദാർത്ഥ സംവഹന പാതകളാണിവ. കോശത്തിനാവശ്യമായ വസ്തുക്കൾ നിർമ്മിക്കുന്നതും നീക്കം ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. അപ്പോൾ കോശത്തിനുള്ളിൽ കുഴലുകളുടെ ശൃംഖലകളായി കാണപ്പെടുന്ന പദാർത്ഥ സംവഹന പാതകളാണ്. പദാർത്ഥ സംവഹനത്തിന് വേണ്ടിയിട്ടാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഗോൾഗി അപ്പാരറ്റസ് എന്തിനാണ്? പ്രോട്ടീനുകളും ലിപ്പിഡുകളും സ്തരസഞ്ചികളായിട്ട് പൊതിഞ്ഞാണ് ഗോൾഗി അപ്പാരറ്റസ് കീപ്പ് ചെയ്യുന്നത്. ദെൻ മൈറ്റോകോൺട്രിയ. നിങ്ങൾക്കറിയാം മൈറ്റോകോൺട്രിയ പവർ ഹൗസ്, കോശത്തിൻ്റെ ഊർജ ഉൽപാദന കേന്ദ്രമാണ് മൈറ്റോകോൺട്രിയ. ഗ്ലൂക്കോസിൻ്റെ ഓക്സീകരണ ഫലമായി ലഭിക്കുന്ന ഊർജ്ജത്തെ സംഭരിച്ചു വയ്ക്കുകയും ആവശ്യാനുസരണം വിതരണം ചെയ്യുകയും ചെയ്യുന്നത് മൈറ്റോകോൺട്രിയയാണ്. ദെൻ ജൈവകണങ്ങൾ, പ്ലാസ്റ്റിഡ്സ്. ആഹാരം നിർമ്മിക്കുന്നതിനും സംഭരിക്കുന്നതിനും സഹായിക്കുന്ന സസ്യകോശങ്ങളുടെ പ്രത്യേക ഭാഗങ്ങളാണ് ജൈവകണങ്ങൾ. വിവിധതരം ജൈവകണങ്ങൾ വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. വിവിധതരം ജൈവകണങ്ങൾ ഏതൊക്കെയാണ്?
ഹരിതകണങ്ങൾ, വർണ്ണകണങ്ങൾ, ശ്വേതകണങ്ങൾ. ഹരിതകണങ്ങൾ ഇലകളിലും തണ്ടുകളിലും കാണപ്പെടുന്ന പച്ച നിറമുള്ള ജൈവകണങ്ങളാണ് ഇവ. ഇവയിൽ ഹരിതകം എന്ന വർണ്ണകം അടങ്ങിയിട്ടുണ്ട്. ഇത് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കുന്നു. വർണ്ണകണങ്ങൾ, ക്രോമോപ്ലാസ്റ്റ്. പഴങ്ങളിലും പൂക്കളിലും കാണപ്പെടുന്ന വർണ്ണാഭമായ ജൈവകണങ്ങളാണിവ. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ തുടങ്ങിയ നിറങ്ങൾ നൽകുന്ന വർണ്ണകങ്ങളുമുണ്ട്. ഈ നിറങ്ങൾ പരാഗണത്തിനും വിത്ത് വിതരണത്തിനും സഹായിക്കുന്ന ജീവികളെ ആകർഷിക്കുന്നു. ശ്വേതകണങ്ങൾ, വിത്തുകൾ, വേരുകൾ, തണ്ടുകൾ എന്നിവയിൽ കാണപ്പെടുന്ന വെളുത്തതോ നിറമില്ലാത്തതോ ആയ ജൈവകണങ്ങളാണിവ. ശ്വേതം എന്ന വാക്കിനർത്ഥം തന്നെ വെളുപ്പ് എന്നാണ്. വിത്തുകൾ, വേരുകൾ, തണ്ടുകൾ എന്നിവയിൽ കാണപ്പെടുന്ന വെളുത്തതോ നിറമില്ലാത്തതോ ആയ ജൈവകണങ്ങളാണ് ശ്വേതകണങ്ങൾ. അന്നജം, എണ്ണ, പ്രോട്ടീൻ തുടങ്ങിയവ സംഭരിക്കുന്നത് ശ്വേതകണങ്ങളിലാണ്. ഫേനം, ജലം, പോഷകങ്ങൾ, മാലിന്യങ്ങൾ എന്നിവ സംഭരിക്കുന്നത് ഫേനത്തിലാണ്. സസ്യകോശങ്ങളിൽ പൊതുവെ വലിയ ഫേനങ്ങൾ കാണപ്പെടുന്നു. റൈബോസോം, കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ അന്തർദ്രവ്യ ജാലികയോട് ചേർന്നോ കാണപ്പെടുന്നു. പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ഏതെങ്കിലും ഒരു കോശഭാഗത്തിൻ്റെ മോഡൽ നിർമ്മിക്കൂ. അവയുടെ പ്രത്യേകതകളും അപ്പോൾ എന്താണ് റൈബോസോം? കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ അന്തർദ്രവ്യ ജാലികയോട് ചേർന്നോ കാണപ്പെടുന്ന ഒരു സെൽ ഓർഗനൽ ആണ് എന്ത്? റൈബോസോം. പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് റൈബോസോമാണ്. ദെൻ സസ്യകലകൾ. മൈക്രോസ്കോപ്പിലൂടെ സസ്യകലകൾ നിരീക്ഷിക്കുന്നത് പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് താഴെ. ദെൻ പാരൻകൈമ, ജീവനുള്ള കോശങ്ങൾ അടങ്ങിയവ. കനം കുറഞ്ഞ കോശഭിത്തി. എന്താണ് പാരൻകൈമ കോശങ്ങൾ? ജീവനുള്ള കോശങ്ങൾ അടങ്ങിയവ. കനം കുറഞ്ഞ കോശഭിത്തിയായിരിക്കും. കോശാന്തര സ്ഥലങ്ങൾ, കോശത്തിൻ്റെ ഇടയിൽ സ്പേസ്, കോശാന്തര സ്ഥലങ്ങൾ കാണപ്പെടുന്നു. എന്തൊക്കെയാണ് ധർമ്മം? പ്രകാശ സംശ്ലേഷണം, ആഹാര സംഭരണം തുടങ്ങിയ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. ചില ഭാഗങ്ങളിലെ കോശങ്ങൾക്ക് വിഭജിക്കാനുള്ള കഴിവുണ്ട്. പാരൻകൈമ കോശം. ദെൻ കോളൻകൈമ, കോശഭിത്തിയുടെ ചില ഭാഗങ്ങളിൽ കാണപ്പെടുന്നതാണ് കോളൻകൈമ. ജീവനുള്ള കോശങ്ങൾ അടങ്ങിയവയാണ് കോളൻകൈമ. സെല്ലുലോസ്, പെക്റ്റിൻ തുടങ്ങിയ പദാർത്ഥങ്ങളാൽ നിർമ്മിതമായ കോശഭിത്തി. ഇവിടെ കനം കുറഞ്ഞ കോശഭിത്തിയാണ്. ഇവിടെ സെല്ലുലോസ്, പെക്റ്റിൻ തുടങ്ങിയ പദാർത്ഥങ്ങളാൽ നിർമ്മിതമായ കോശഭിത്തി. കോശഭിത്തിയുടെ ചില ഭാഗങ്ങളിൽ മാത്രം കട്ടി കൂടുതലായിരിക്കും. സസ്യഭാഗങ്ങളുടെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു. സ്ക്ലിറൻകൈമ, നിർജീവമായ കോശങ്ങൾ അടങ്ങിയ കല. കട്ടി കൂടിയ കോശഭിത്തി. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടിയുള്ളതായതിനാൽ സസ്യഭാഗങ്ങൾക്ക് ദൃഢതയും താങ്ങും നൽകുന്നു. ഈ ചിരട്ട ഏതാണ്? സ്ക്ലിറൻകൈമയാണ് കോശം. ഒരേ തരത്തിലുള്ള കോശങ്ങളാൽ നിർമ്മിതമായ കലകൾ ലളിത കലകൾ, സിമ്പിൾ ടിഷ്യൂസ് എന്നറിയപ്പെടുന്നു. ഒരേ തരത്തിലുള്ള കോശങ്ങളാൽ നിർമ്മിതമായ കലകളാണ് സിമ്പിൾ ടിഷ്യൂസ്. ദെൻ സൈലം, ഫ്ലോയം. വ്യത്യസ്ത ആകൃതിയും വലിപ്പവുമുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ് സൈലവും ഫ്ലോയവും. അതിനാൽ ഇവയെ സങ്കീർണ കലകൾ എന്ന് വിളിക്കുന്നു. കോംപ്ലക്സ് ടിഷ്യൂസ്. ഇലകളിലേക്കുള്ള ജലം, ലവണങ്ങൾ എന്നിവയുടെ സംവഹനം നടക്കുന്നത് സൈലത്തിലൂടെയാണ്. ഇലകൾ നിർമ്മിക്കുന്ന ആഹാരത്തെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയം. ഇലകളിൽ നിന്നുള്ള ജലം, ലവണങ്ങൾ എന്നിവയുടെ സംവഹനം നടക്കുന്നത് സൈലത്തിലൂടെയാണ്. ഇലകൾ നിർമ്മിക്കുന്ന ആഹാരത്തെ സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയം കലകളാണ്. മെരിസ്റ്റമിക കലകൾ. നിരന്തരമായി വിഭജിക്കാൻ കഴിവുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ് മെരിസ്റ്റമിക കലകൾ. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് കാരണം മെരിസ്റ്റമിക കോശങ്ങളാണ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറയുന്നത് വിഭജന ശേഷിയുള്ള കോശങ്ങളാണ്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് കാരണം എന്താണ്? മെരിസ്റ്റമിക കോശങ്ങളാണ്. വേരിൻ്റെയും കാണ്ഡത്തിൻ്റെയും അഗ്രഭാഗത്ത് കാണപ്പെടുന്ന മെരിസ്റ്റമാണ് അഗ്രമെരിസ്റ്റം. വശങ്ങളിൽ കാണപ്പെടുന്നവയെ പാർശ്വമെരിസ്റ്റം എന്ന് വിളിക്കുന്നു. ഏകബീജപത്ര സസ്യങ്ങളിൽ 2 പർവ്വങ്ങൾക്കിടയിൽ കാണുന്ന മെരിസ്റ്റമാണ് പർവാന്തര മെരിസ്റ്റം. മെരിസ്റ്റം ഞാൻ പറഞ്ഞു, മെരിസ്റ്റമിക സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് കാരണം അത് വിഭജിച്ചിട്ടാണ് കൂടുതൽ കോശങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ വേരുകളിലും കാണ്ഡത്തിൻ്റെ അഗ്രഭാഗത്തും കാണപ്പെടുന്ന മെരിസ്റ്റമാണ് അഗ്രമെരിസ്റ്റം. പാർശ്വമെരിസ്റ്റം എന്ന് പറയുന്നത് വശങ്ങളിൽ കാണപ്പെടുന്ന ഏകബീജ പത്രസസ്യങ്ങളിലാണ് മെരിസ്റ്റമാണ് പർവാന്തര മെരിസ്റ്റം.
വിഭജനശേഷി നഷ്ടപ്പെട്ട കോശ സമൂഹങ്ങൾ സ്ഥിരകല എന്നാണ് അറിയപ്പെടുന്നത്. പാരൻകൈമ, സ്ക്ലിറൻകൈമ, കോളൻകൈമ, സൈലം, ഫ്ലോയം എന്നിവ സ്ഥിരകലകൾക്ക് ഉദാഹരണങ്ങളാണ്. സസ്യകലകൾ, മെരിസ്റ്റമിക കല ഏതൊക്കെയാണ്? അഗ്രോമെരിസ്റ്റം, പർവാന്തര മെരിസ്റ്റം നമ്മൾ പറഞ്ഞു. സ്ഥിരകല കോളൻകൈമ, സ്ക്ലിറൻകൈമ, പാരൻകൈമ, സൈലം, ഫ്ലോയം. സങ്കീർണ കലകൾ. ജന്തുകോശം. ജന്തു ശരീരവും വിവിധ ഇനം കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണല്ലോ. ജന്തുകോശങ്ങളിലെ കോശാംഗങ്ങൾ ഏതെല്ലാമാണ്? കോശദ്രവ്യം, മൈറ്റോകോൺട്രിയ ഉണ്ട്, ഇതേപോലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാരറ്റസ് എല്ലാം കാണപ്പെടുന്നുണ്ട്. സെൻട്രിയോൾ കാണപ്പെടുന്നുണ്ട്. ലൈസോസോം, അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന ലൈസോസോമാണ്, മാറിപ്പോകരുത്, ലൈസോസൈം. സൈം എന്ന് പറയുന്നത് എൻസൈമാണ്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്നത് ലൈസോസൈമാണ്. ഇത് ലൈസോസോം. കോശാംഗം എന്ന് പറയുമ്പോൾ ലൈസോസോമാണ്. അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നത് ലൈസോസോമാണ്. കോശങ്ങളിൽ കാണപ്പെടാത്ത ചില കോശാംഗങ്ങൾ ജന്തുകോശങ്ങളിൽ കാണപ്പെടുന്നുണ്ട്, ചിലത് കാണപ്പെടുന്നുമില്ല. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഫേനം കൂടുതലായിട്ട് കാണപ്പെടുന്നത് സസ്യകോശങ്ങളിലാണ്. സെൻട്രിയോൾ എവിടെയാണ് എന്നൊക്കെ നമ്മൾ ഈ ടേബിൾ നിങ്ങൾ ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ജൈവകണങ്ങൾ, ലൈസോസോം. ജന്തുകലകൾ. വിവിധതരം ജന്തുകലകളെ പറ്റി തന്നിരിക്കുന്ന വിവരണം നോക്കൂ. ആവരണകല. ശരീരത്തിൻ്റെ പ്രതലങ്ങളെയും ആന്തരിക അവയവങ്ങളെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. വിവിധ പദാർത്ഥങ്ങളുടെ ആഗിരണത്തെ സഹായിക്കുന്നു. ശ്ലേഷ്മം പോലുള്ള സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. സംയോജക കല. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്ക് താങ്ങ് നൽകുന്നു. വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അസ്ഥി, രക്തം, നാരുകല എന്നിവ സംയോജക കലകളാണ്. പേശീകല. ശരീരചലനത്തെ സഹായിക്കുന്നു. സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങളാൽ നിർമ്മിതം. നാഡീകല. സന്ദേശവിനിമയം സാധ്യമാക്കുന്നു. ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. വിത്തുകോശം. വിത്തുകോശം ഏതൊക്കെയാണ്? നാഡീകോശം, രക്തകോശം, ആവരണകോശം, പേശീകോശം. വിത്തുകോശം എന്ന് പറയുന്നത് സ്റ്റെം സെൽസ്. അതിനായിരിക്കും നമുക്ക് വിഭജനശേഷിയുള്ള കോശങ്ങൾ, അതാണ് മാസ്റ്റർ കോശങ്ങൾ എന്നറിയപ്പെടുന്നത്. പേശീകോശങ്ങൾ, നാഡീകോശങ്ങൾ, രക്തകോശങ്ങൾ എന്നിങ്ങനെ വിവിധ തരം കോശങ്ങളായി വികസിക്കാൻ കഴിയുന്ന ശരീരത്തിലെ സവിശേഷ കോശങ്ങളാണ് വിത്തുകോശങ്ങൾ അഥവാ സ്റ്റെം സെൽസ്. നമ്മൾ ഈ ബ്ലഡ് ക്യാൻസർ ആയ പേഷ്യൻസിന് നമ്മൾ സ്റ്റെം സെൽസ് ആണ് ഡൊണേറ്റ് ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം ആ ഒരു കോശത്തിന് നമുക്ക് ഏത് കോശമായിട്ട് നമുക്ക് വികസിപ്പിക്കാൻ കഴിയുന്ന സവിശേഷ കോശങ്ങളാണ് സ്റ്റെം സെൽസ്. പുതിയ ഇനം കോശങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുമെന്നതിനാൽ അവയെ ശരീരത്തിൻ്റെ മാസ്റ്റർ കോശങ്ങൾ എന്ന് വിളിക്കുന്നു. ജീർണിച്ച കോശങ്ങളെ ഒഴിവാക്കി പുതിയ കോശങ്ങൾ വളരാനും മുറിവുകൾ ഉണങ്ങാനും വിത്തുകോശങ്ങൾ സഹായിക്കുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ വിത്തുകോശങ്ങൾക്ക് സവിശേഷ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കാനുള്ളത്. കോശത്തിൻ്റെ നമ്മൾ സ്റ്റാർട്ടിങ് മാത്രമേ ബയോളജിയിലെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് മാത്രമേ ആയിട്ടുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സും ഈ ക്ലാസ്സും. ഇനിയാണ് നമ്മൾ ശരിക്കും ബയോളജിയിലേക്ക് വരുന്നത്. ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷനായിരിക്കും അടുത്ത ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൂടുതലായിട്ട് ബയോളജിയിൽ നിങ്ങൾക്കൊക്കെ അറിയാം, ടോട്ടൽ നമ്മൾ ജീവശാസ്ത്രം എന്ന് പറയുന്നത് 5 മാർക്കാണ് പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്തൊരു ചാപ്റ്ററായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും കരിയർ വെബിൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.